ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായനഭാഗം ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി 1 ശമൂവേൽ 8-ാം അധ്യായം 22-ാം വാക്യം. യഹോവ ശമൂവേലിനോട് അവരുടെ വാക്ക് കേട്ട് അവർക്ക് ഒരു രാജാവിനെ വാഴിച്ചു കൊടുക്ക എന്ന് കൽപ്പിച്ചു. ശമൂവേൽ ഇസ്രായേല്യരോട്, നിങ്ങൾ ഓരോരുത്തൻ താന്താൻ്റെ പട്ടണത്തിലേക്ക് പോയിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. ഇസ്രായേൽ ജനതയുടെ കാലഘട്ടത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഇന്നത്തെ വായനാഭാഗം. ഇതുവരെ ദൈവം ന്യായാധിപന്മാരിലൂടെ ഇസ്രായേൽ ജനത്തെ നയിച്ചു. എന്നാൽ ഈ ജനത തങ്ങൾക്കും ഒരു രാജാവ് വേണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ജനത്തിൻ്റെ ഈ ആവശ്യത്തിന് പിന്നിൽ അവരുടെ ഭയം, അരക്ഷിതബോധം, മറ്റുള്ളവരെ അനുകരിക്കുവാനുള്ള മനോഭാവം തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് രാജാവിനെ വേണം എന്ന ആവശ്യത്തിൽ അവർ അവിടെ ഉറച്ചു നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ ഈ സംഭവത്തിൽ നിന്നും 2 ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ദൈവത്തെ അവഗണിക്കുന്ന ജനത. ഇവിടെ 1 ശമൂവേൽ 8-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം കൂടുന്നു. ഇസ്രായേൽ മൂപ്പന്മാരെല്ലാവരും ശമൂവേലിൻ്റെ അടുക്കൽ വന്നിട്ട്, നീ വൃദ്ധനായിരിക്കുന്നു, അതുകൊണ്ട് നിന്റെ പുത്രന്മാർ ദൈവിക വഴിയിൽ നടക്കുന്നില്ല, അതിനാൽ ഞങ്ങൾക്ക് ഒരു രാജാവിനെ നിയമിച്ചു തരയണം എന്ന് അവിടെ ആവശ്യപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മറ്റു ജാതികളെ പോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ നിയമിക്കുക. ഈ വാക്കുകളിൽ അനിഷ്ടം തോന്നിയ ശമൂവേലിനോട് ദൈവം ഇങ്ങനെ പറയുന്നു, അവർ നിന്നെയല്ല എന്നെയാണ് തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്ന്. ഇവിടെ 1 ശമൂവേൽ 8-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത് എന്ന് ദൈവം അവിടെ പറയുന്നു. ഇത്തരം മനുഷ്യഭാവങ്ങൾ എല്ലാ കാലഘട്ടത്തിലും നമുക്ക് കാണാവുന്നതാണ്. ദൈവിക വഴികളേക്കാൾ മനുഷ്യരെയും മാനുഷിക സംവിധാനങ്ങളിലും ആശ്രയിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ജനത, ലോകത്തിൻ്റെ രീതികളിൽ ആകൃഷ്ടരാകുന്ന ജനതയെ നമുക്കിവിടെ കാണാം. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നതിന് പകരം മനുഷ്യ സഹായം തേടുന്നവർ. ഇത്തരം സാഹചര്യങ്ങൾ തീർച്ചയായും ദൈവഹൃദയത്തെ വേദനിപ്പിക്കുന്നതാണ്. ഇവിടെ ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തെ അവഗണിക്കുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. രണ്ടാമതായിട്ട്, അവഗണിക്കുന്ന ജനത്തോടുള്ള മുന്നറിയിപ്പ്. ഇവിടെ ശമൂവേൽ പ്രവാചകൻ ജനത്തിന് ചില മുന്നറിയിപ്പുകൾ നൽകുന്നു. അവർക്ക് ഒരു രാജാവ് ഉണ്ടായാൽ ഭരണത്തിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ചുള്ള ബോധ്യം ഇവിടെ നൽകി കൊടുക്കുന്നു. 1 ശമൂവേൽ 8-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. അവിടെ പറയുന്നത്, നിങ്ങളുടെ പുത്രന്മാരെ സൈന്യത്തിലേക്ക് അവർ കൊണ്ടുപോകും. 2, നിങ്ങളുടെ ഭൂമിയും വിളവുമെല്ലാം രാജാവിൻ്റെ അധീനതയിലാകും. 3, നിങ്ങളെ അവർ സേവകരാക്കും. ഇവിടെ ജനങ്ങൾക്ക് ഒറ്റ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണം. ഇങ്ങനെ രാജഭരണത്തിൻ്റെ അനന്തരഫലങ്ങൾ ആ ജനത ശ്രദ്ധിക്കാതെ തള്ളിക്കളയുന്നതിനാൽ അവർക്ക് അതിൻ്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കുവാനായിട്ട് ഒരു അവസരം വന്നു ചേരുകയും അവർ അതിൽ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ദൈവം നമുക്കും ചില മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ, ആത്മീയ നേതാക്കളിലൂടെ, നമ്മുടെ സ്വന്തം മനസാക്ഷിയിലൂടെ. എന്നാൽ എക്കാലത്തെയും പോലെ ഇന്നും മനുഷ്യർ ഈ മുന്നറിയിപ്പുകൾ അവഗണിക്കുമ്പോൾ അതിൻ്റെ അനന്തരഫലം തീർച്ചയായും അനുഭവിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ നമുക്കും നമ്മോട് തന്നെ ചോദിക്കാം, നമ്മുടെ ജീവിതത്തിൻ്റെ രാജാവ് ആരാണ്? ലോകമോ, മനുഷ്യരോ, ദൈവമോ? നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയെ ഞങ്ങൾ ജീവിതത്തിൻ്റെ രാജാവായി അംഗീകരിക്കുന്നു. അവിടുത്തെ മുന്നറിയിപ്പുകൾ അവഗണിക്കാതെ പിന്തുടരുവാനും ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനും ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. ആമേൻ.